ഹായ് ഫ്രണ്ട്സ്, എവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് പെട്ടെന്ന് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും പറയാം. ഓക്കെ, അപ്പം മുട്ടയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം രുചി കൂടാൻ വേണ്ടി ഇവനെ നമുക്കൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുട്ടകൾ ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ള മുട്ട ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. അല്പം പെരുംജീരകം, 3 ഏലക്ക, 2 ചെറിയ പട്ട, ചെറുതായി അരിഞ്ഞ 2 സവാള, അല്പം ഇഞ്ചി, കറിവേപ്പിലത്തണ്ട, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായി കീറിയത്. കടായി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഏലക്കായും കറുവപ്പട്ടയും പെരുംജീരകവും ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇല്ല, നമ്മുടെ സവാളയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായ മസാലകൾ: 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അല്പം മീറ്റ് മസാല, നുള്ള് മഞ്ഞൾ, അല്പം കുരുമുളക് പൊടി, ഗരം മസാല. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാല ഇട്ട് കൊടുക്കാം. അപ്പം മസാലയുടെ പച്ചപ്പ് ഗുണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ 1ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ.